പാക് പ്രകോപനത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ. അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈനിക മേധാവികളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സ്വാതി, ഇന്ന് ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, പ്രധാനമന്ത്രി, ആരോഗ്യമന്ത്രി ഇങ്ങനെ വിവിധ മേഖലകളിലുള്ളവർ വിവിധ ഉദ്യോഗസ്ഥരുമായി സേനാ മേധാവികളുമായൊക്കെ കൂടിക്കാഴ്ച നടത്തി നിർണായകമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5:30 വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ട് എന്നുള്ള കാര്യവും നേരത്തെ അറിയാൻ കഴിയുകയും ചെയ്തു. എന്താണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? എല്ലാ കൂടിക്കാഴ്ചകളും പൂർത്തിയായോ? പ്രതിരോധ മന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ കൂടിക്കാഴ്ചകൾ പൂർത്തിയായി കഴിഞ്ഞോ? സിജു, നിലവിൽ കൂടിക്കാഴ്ചകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭ്യമാകുന്നത്. ഏറ്റവും ഒടുവിലുള്ള കൂടിക്കാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അതോടൊപ്പം BSF മേധാവികളുമായിട്ടും ഈ സൈനിക വിഭാഗത്തിൻ്റെ മേധാവികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു. അതിൽ ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെയും പങ്കെടുത്തുകൊണ്ട് ഏറ്റവും പ്രധാനമായി അതിർത്തിയിലെ സുരക്ഷ സംബന്ധിച്ച വിലയിരുത്തൽ തന്നെയാണ് ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം ഈ വിമാനത്താവളങ്ങളടക്കം സുരക്ഷ ക്രമീകരിച്ചിട്ടുണ്ട്. ദില്ലിയിൽ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കിയ സാഹചര്യമുണ്ട്. അത്തരത്തിൽ സുരക്ഷ സംബന്ധിച്ചൊരു വിലയിരുത്തൽ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ, അതായത് മറ്റു ഈ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അവരുടെ നേതൃത്വത്തിൽ ആ സംസ്ഥാനങ്ങളിൽ ഉന്നതതല യോഗങ്ങൾ ചേരുന്ന സാഹചര്യമുണ്ടായി. പഞ്ചാബിൽ ഉൾപ്പെടെ ക്യാബിനറ്റ് മന്ത്രിമാരെ അതിർത്തി ജില്ലകളിലേക്ക്, പഞ്ചാബിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന മിസൈൽ ആക്രമണം ഒക്കെയും ഉണ്ടായ സാഹചര്യത്തിൽ നിലവിൽ പരിക്കേറ്റവർ ഉൾപ്പെടെ വിവിധ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെയും സന്ദർശിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതയൊക്കെയും ഉറപ്പാക്കുക, അത് സംബന്ധിച്ചുള്ള കൂടിക്കാഴ്ചകളും നിർണായക സന്ദർശനവും ഒക്കെയാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പഞ്ചാബിൽ നടന്നത്. അത്തരത്തിൽ അതിർത്തി ജില്ലകളിലേക്ക് 10 മന്ത്രിമാർ പോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഇന്ന് രാവിലെ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിലും മേധാവികൾ, 3 സൈന്യത്തിൻ്റെ മേധാവികൾ, അതോടൊപ്പം തന്നെ സംയുക്ത സേനാ മേധാവി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് നിലവിലെ സാഹചര്യം വിലയിരുത്തുക തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത് ചില നിർണായക തീരുമാനങ്ങൾ കരസേനയുടെ ഭാഗത്തു നിന്ന് എത്തിയിട്ടുണ്ട്. മുഴുവൻ ടെറിട്ടോറിയൽ ആർമിയെയും ഈ കരസേനയുടെ ഭാഗമായി അണിനിരത്തണം. ഏതെങ്കിലും ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെയൊക്കെയും അതിൻ്റെ വിജ്ഞാപനമടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ ആർമി കമാൻഡുകളിലും 14 ഇൻഫൻട്രി ബറ്റാലിയനുകൾ ഉൾപ്പെടുത്താനുള്ള ഒരു നിർദ്ദേശമാണ് ഇത് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് 1948 ടെറിട്ടോറിയൽ ആർമി നിയമത്തിലെ റൂൾ 33 അനുസരിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ടെറിട്ടോറിയൽ ആർമിയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും, എൻറോൾ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെയും ഈ കരസേനയുടെ ഭാഗമാക്കുക, അല്ലെങ്കിൽ അതിർത്തിയിലെ ഗാർഡുകളായി അവരെ പരിഗണിക്കുക എന്നുള്ള കാര്യമാണ് ഈ വിജ്ഞാപനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് കരസേനയെ സംബന്ധിച്ചൊരു നിർണായക തീരുമാനമാണ്. പ്രത്യേകിച്ചും വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വിന്യസിക്കേണ്ട ഘട്ടത്തിൽ ഈ ആർമി ഉദ്യോഗസ്ഥരുടെയൊക്കെയും എണ്ണം കുറയാൻ പാടില്ല. കനത്ത സുരക്ഷ തന്നെ ഏർപ്പെടുത്തണം. അതിർത്തികളടക്കം കനത്ത സുരക്ഷ ഏർപ്പെടുത്തേണ്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നിർണായക തീരുമാനം. കരസേന മേധാവിക്ക് പ്രതിരോധ മന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നിർണായക തീരുമാനം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഡിഫൻസിന് വിവിധ ഇടങ്ങളിൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെയൊക്കെയും ഭാഗമായി ദില്ലിയിലടക്കം ഇപ്പോൾ സൈറൻ മുഴക്കിയുള്ള ഈ അപായ സൂചനകളെയൊക്കെയും ഏത് തരത്തിൽ പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകണം, അത്തരത്തിൽ അപായങ്ങൾ ഉണ്ടായാൽ ഏത് തരത്തിലാണ് പൊതുജനങ്ങൾ പ്രതികരിക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള പരിശീലനങ്ങളടക്കം നൽകിക്കൊണ്ടുള്ള സൈറൻ മുഴക്കിയുള്ള നിർദ്ദേശമടക്കം നൽകിയിരുന്നു. അത് ഏകദേശം 3 മണിയോടുകൂടി ആരംഭിക്കുകയും 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സൈറൻ മുഴക്കിക്കൊണ്ട് ഈ സർക്കാർ ഓഫീസുകളിലടക്കം, PWD ഓഫീസുകളടക്കമാണ് ഇത്തരത്തിൽ നേതൃത്വം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദില്ലിയിലെ വിവിധ ഇടങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഈ സുരക്ഷാ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ യോഗങ്ങളും. ഇനി ഏകദേശം 5:30 തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇത്തരത്തിൽ യോഗം ചേർന്നുകൊണ്ട് ഓരോ നടപടിക്രമങ്ങളും വിശദീകരിച്ചിരുന്നു. യോഗം ഇപ്പോൾ ചേരുക 5:30 വാർത്താ സമ്മേളനം നടത്തുമെന്നായിരുന്നു നേരത്തെയുള്ള വിവരം. അത് സമയം നീളുമെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? 5:30 യോഗം ചേരുമെങ്കിൽ പിന്നീടായിരിക്കുമല്ലോ വാർത്താ സമ്മേളനത്തിന്റെ സമയം നിശ്ചയിക്കുക. നിലവിൽ ഇപ്പോൾ യോഗങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ആ കൂടിക്കാഴ്ചകൾ ഏകദേശം 5:30 അവസാനിക്കും. 5:30 തന്നെ കൃത്യം വാർത്താ സമ്മേളനം തുടങ്ങുമെന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. 5:30 വാർത്താ സമ്മേളനം, സംയുക്ത വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട്. സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഏതായാലും വിവിധ തലത്തിലുള്ള യോഗങ്ങൾ പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി,
ആരോഗ്യമന്ത്രി എന്നിവരടക്കം വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുമായി സേനാ മേധാവികളുമായി BSFിന്റെയും CISFിന്റെയും തലവന്മാരുമായി അടക്കം കൂടിക്കാഴ്ചകൾ നടത്തി. ഇതിന്റെ എല്ലാം സംക്ഷിപ്ത വിവരം 5:30 വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സതി സന്ദേശാണ് വിവരങ്ങൾ നൽകിയത്.